ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്ലൈമാക്സ് എപ്പിസോഡാണ്, മഹാ എപ്പിസോഡാണ്. 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ നമ്മൾ പവിത്രം തുടങ്ങുകയാണല്ലോ. അപ്പോൾ എന്തായാലും ഈ കഥ ഇവിടെ തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡോടുകൂടി മിസ്സാക്കാതെ ആരും കാണുക. എന്തായാലും രചന വന്ന് മഹേഷിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. താനാണ് തെറ്റുകാരി, താനാണ് ഇതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന്. മഹേഷിനോ കുട്ടികൾക്കോ ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കണം, അതിനൊരു സാഹചര്യം ഞാൻ ഒരുക്കും. അതാണ് എൻ്റെ പ്രായശ്ചിത്തം. എൻ്റെ എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാരവും അതുതന്നെ ആയിരിക്കും. അത് എൻ്റെ സമ്മാനമായിട്ട് കരുതണം, എൻ്റെ സമ്മാനം എന്നൊക്കെ പറഞ്ഞ് രചന അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇഷിത ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുകയാണ്. മഹേഷ് കണ്ടു ഇഷിത വന്ന് നിൽക്കുന്നത്. അവൾ അടിമുടി മാറി. അത് കാര്യത്തിൽ മഹേഷിന് സംശയം വേണ്ട എന്ന് ഇഷിത പറഞ്ഞു. എനിക്ക് വിശ്വാസം പോരാ. അതെ, വിശ്വസിക്കാം. ആകാശ് അവളെ കരിമീൻ ചണ്ടി പോലെ വലിച്ചെറിഞ്ഞു. പക്ഷേ മുറിവേറ്റ പെണ്ണിനോളം അപകടകാരി മറ്റൊന്നില്ല എന്ന് ആകാശിനറിയില്ല. ഏതൊരു പുരുഷനെയും അവൾ വീഴ്ത്തിയിരിക്കും. അവൾ എന്തിനുള്ള ഒരുക്കത്തിലാണ്. അവൾ എന്തെങ്കിലും കാണിക്കട്ടെ. മഹേഷിന് അവളുടെ ഔദാര്യം വേണ്ട. സംഭവിക്കാൻ പോകുന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആകാശിൻ്റെ കൈകൊണ്ട് തീരാൻ പോകുന്നതേ രചനയാ, സുമിതയെപ്പോലെ എന്ന് പറഞ്ഞ് മഹേഷ് അങ്ങ് പോവുകയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നൊരു ഡയലോഗ് കൂടി പറഞ്ഞിട്ടാട്ടോ മഹേഷ് പോകുന്നത്. ഇതൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ആദിയാണ് കേട്ടോ. ആദ്യം ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഡാഡി വന്നത്? എൻ്റെ ഊഹം തെറ്റിയില്ല, നീ ഉറങ്ങിയില്ല എന്നും നിൻ്റെ മമ്മി ഈ രാത്രിയിൽ വന്നത് നീ അറിഞ്ഞു എന്നും എനിക്ക് തോന്നി. നിൻ്റെ മമ്മിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? മമ്മി അയാളെ തിരിച്ചറിഞ്ഞു. എൻ്റെ ഫോണിൽ വിളിച്ച് മമ്മി അതൊക്കെ ഏറ്റുപറഞ്ഞ് കരഞ്ഞു. രചനയ്ക്കൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആകാശ് നിന്നെ ലക്ഷ്യം വെച്ചതാണ്. അതെ, മമ്മിക്ക് അത് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഡാഡിയോട് ചെയ്ത തെറ്റുകൾക്ക് പോലും എന്നോട് മാപ്പ് പറഞ്ഞു. മമ്മി പ്രായശ്ചിത്തം ചെയ്യുന്നാ പറഞ്ഞത്. അവളെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും മമ്മി ആത്മഹത്യയൊന്നും ചെയ്യില്ല, അത് മമ്മി തന്നെ എന്നോട് പറഞ്ഞു. മമ്മിയുടെ മനസ്സിൽ മറ്റെന്തോ ആണ്. അയാളുടെ മുന്നിൽ മമ്മി ഒരിക്കലും തോറ്റു കൊടുക്കില്ല. അല്ല, ആകാശിന് മുന്നിൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും നിൻ്റെ മമ്മിക്ക്? നിൻ്റെ മമ്മി അവസാനം ആകാശിൻ്റെ കൈകൊണ്ട് തീരുന്ന അവസ്ഥയിലേക്ക് പോകും. എല്ലാ കാലത്തും രജനിയെ സംരക്ഷിക്കാനൊന്നും ആകാശ് തയ്യാറാവില്ല. ആകാശ് എന്നോടുള്ള പക തീർക്കാനാണ് അവളെ അടർത്തിക്കൊണ്ട് പോയത്. എനിക്ക് അന്ന് അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ളൊരു ഭർത്താവാകാനായിട്ട് സാധിച്ചില്ല. അത്രയും പൈസ എൻ്റെ കയ്യിലില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് മഹേഷ് ഇങ്ങനെ ചോദിച്ചു. നിൻ്റെ മമ്മിക്ക് ലക്ഷറീസ് ലൈഫിനോടായിരുന്നു താല്പര്യം. ഡാഡിയുടെ കയ്യിൽ അതില്ലായിരുന്നു. കൂടുതൽ സുഖസൗകര്യങ്ങളും സന്തോഷവും നൽകാനായിട്ട് ആകാശിനോടൊപ്പം പോയി. നിൻ്റെ മമ്മിക്ക് വേണ്ടി ഇനി ഡാഡിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാലും എൻ്റെ 2 മക്കളുടെ അമ്മയെന്ന നിലയിൽ എനിക്ക് വേദനയുണ്ട്. ഇല്ല ഡാഡി പേടിക്കൊന്നും വേണ്ട. മമ്മി എവിടെയെങ്കിലും പോയി ജീവിച്ചോളും. അതിന് അയാൾ ജയിലിൽ പോകണം. അയാളെ രക്ഷപ്പെടാനായിട്ട് ഡാഡി അനുവദിക്കരുത്. ഏതെങ്കിലും ഓർഫനേജിൽ മമ്മി ജീവിച്ച് പൊക്കോളും. എനിക്ക് ഒരു ജോലിയായി മമ്മിയെ നോക്കാനുള്ള പ്രാപ്തിയാകുമ്പോൾ ഒരു വീട് മേടിച്ച് ഞാൻ മമ്മിയെ നോക്കിക്കൊണ്ടുവരാം. ഡാഡി ഒരിക്കലും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല എന്ന് എനിക്കറിയാം. മഹേഷ് ആദിയുടെ കവിളിലിങ്ങനെ പിടിക്കുക. നിന്നെപ്പോലൊരു മകനെ തന്ന ദൈവത്തിനോട് ഞാൻ എന്ത് നന്ദിയാണ് പറയേണ്ടത്? ആരെയും തള്ളിക്കളയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ മോനും അത് തന്നെയാണ് ചെയ്യുന്നത്. അത് നിൻ്റെ കടമ തന്നെയാണ്. ചേർത്ത് നിർത്തണം. നീ ആഗ്രഹിക്കുന്ന എന്തും ഡാഡി ചെയ്തു തരികയും ചെയ്യും. 2 മക്കളെ പ്രസവിച്ച ഒരമ്മ ഒരിക്കലും ഒരനാഥയായി പോവരുത് എന്ന് മഹേഷ് പറഞ്ഞു. ഡാഡിയുണ്ട് കൂടെ എന്നും പറഞ്ഞ് ആദ്യം ചേർത്ത് പിടിക്കുക. ഇതൊക്കെ ഇഷിത കണ്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കാം കേട്ടോ. എന്നാലും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്നൊരു ചിന്ത ഇഷിതയുടെ ഉള്ളിലുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് വക്കീലിനെ കാണാനായിട്ട് പോവുകയാണ്. വക്കീൽ വിളിച്ചിട്ട് മഹേഷ് പറഞ്ഞത് സത്യമാണ്. അവളെ ബലിയാടാക്കി, മഞ്ജിമയെ ബലിയാടാക്കി ആരോ ചെയ്തതാണ് അന്ന്. മൊബൈൽ നമ്പർ ആരുടെയാണെന്ന് കിട്ടിയോ? കിട്ടി എന്നും പറഞ്ഞ് കോളിൻ്റെ ലിസ്റ്റൊക്കെ കോൾ ലിസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ജിമ കൂടുതലും അങ്ങോട്ട് വിളിച്ചതാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അജിത്ത് എന്നല്ലേ അയാളുടെ പേര്? അതെ, അയാളുടെ അഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ നേരവും വീട്ടിൽ കഴിച്ചു കൂട്ടുന്ന മഞ്ജിമയ്ക്ക് ഇങ്ങനെ ഒരാളുമായിട്ട് എന്താണ് കണക്ഷൻ? എന്തായാലും അവൻ ഫ്ലാറ്റിൽ വന്നിരിക്കണം. CCTV ക്യാമറ ഓഫ് ചെയ്തത് അവനെ അകത്ത് കയറ്റാനായിരിക്കും. ഒന്നുകിൽ അവൻ കുഞ്ഞിനെ അപായപ്പെടുത്തി, അല്ലെങ്കിൽ മറ്റൊരാൾ. അല്ല, അവനെന്തിനാ കുഞ്ഞിനെ അപായപ്പെടുത്തുന്നത്? അത് നമുക്ക് മഞ്ജിമയോട് തന്നെ ചോദിക്കേണ്ടി വരണം. മഞ്ജിമയോട് തന്നെ ചോദിക്കാം.
ഏയ് നമുക്ക് അജിത്തിലൂടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം, ഞാൻ ഇവനെ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞ് മഹേഷ് അജിത്തിനെ വിളിക്കുകയാണ്. മഞ്ജുമയുടെ ഒരു വെൽവിഷറാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അജിത്ത് പേടിച്ച് ആര് എന്ത് എങ്ങനെ എന്നൊക്കെ ആദ്യം ഉരുണ്ട് കളിക്കുകയാണ്. പക്ഷേ മഹേഷിൻ്റെ ഉറച്ച തീരുമാനത്തിൽ അല്ലെങ്കിൽ ഉറച്ച ആ ഒരു ശബ്ദത്തോടു കൂടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോഴേക്കും അജിത്തൊന്ന് പരിങ്ങേട്ടോ. കോള് കട്ട് ചെയ്താലൊന്നും നീ രക്ഷപ്പെടില്ല. നിന്നെയും മഞ്ജിമയെ രക്ഷിക്കാൻ എനിക്കേ പറ്റുള്ളൂ. മഞ്ജിമയുടെ ഫ്ലാറ്റിൽ വെച്ച് നടന്നതൊക്കെ എനിക്കറിയാം. നീ ഫോൺ ഓഫാക്കി വെച്ചാൽ കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് വീഴും. സാർ, ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ദ്രോഹിക്കരുത്. എന്നാൽ പിന്നെ കാര്യം പറയടാ. എനിക്കറിയില്ല, മഞ്ജിമയ്ക്കറിയാം. എന്തായാലും നിന്നെ വിളിക്കാൻ പോകുന്നത് ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും. നീ അവർ പറയുന്ന പോലെ കേട്ടോണം. മുങ്ങാനാണ് പ്ലാനെങ്കിൽ നിൻ്റെ വീട്ടിൽ ഞാൻ എത്തും എന്നും പറഞ്ഞു മഹേഷ് കോളും കട്ട് ചെയ്തു. സുജി, അവനെ പൊക്കണം. സംസാരം കേട്ടിട്ട് അവനൊരു പേടിത്തൊണ്ടരാ. ഞാൻ സാന്ദ്രയെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നില്ല. ആകാശിനെ എനിക്ക് പൊക്കണം. എന്തായാലും നമുക്ക് മാത്രമായിട്ട് ഒന്നിനും കഴിയില്ല. മഹേഷ് CI സാന്ദ്രയെ കാണണം. അതെ, തെളിവ് ചോദിക്കുന്നതല്ലാതെ സാന്ദ്രയ്ക്ക് തെളിവൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. സാന്ദ്ര എന്നെ കണ്ടിട്ട് കാര്യമില്ല എന്ന് മഹേഷ് പ്ലീസ്. ഞാൻ എന്തായാലും ഒന്നുകൂടെ കാണാം. സുജി പറഞ്ഞിട്ട് വേണ്ടാന്ന് വെക്കുന്നില്ല. സാന്ദ്ര കൈ മലർത്തിയാൽ അവസാന കളിക്ക് ഞാൻ ഇറങ്ങും. സുജി എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് മഹേഷ് പറഞ്ഞു. എന്നിട്ട് മഹേഷ് അങ്ങോട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശാണ്. ആകാശ് വിസയൊക്കെ റെഡിയാക്കി പോകാനായിട്ട് ആരോടോ ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുന്നത് രചന കാണുക. അപ്പോൾ എനിക്ക് ഉടനെ കയറി വരാമല്ലോ അല്ലേ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാന്നേ. 2 ദിവസത്തിനുള്ളിൽ ഞാനും അവിടെ ഉണ്ടാകും, ദുബായിൽ. രചന മനസ്സിലോർക്കും, ഇയാളെ രക്ഷപ്പെടാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന്. ഒരു ചെറിയ ഫിനാൻഷ്യൽ പ്രോബ്ലം, അത് സോൾവ് ആകുന്നത് വരെ ഒന്ന് മാറി നിൽക്കാനാണ് ഇവിടുത്തെ ഫ്രണ്ട്സ് പറയുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വരുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് സ്വന്തമായിട്ട് ആരാ ഉള്ളത്? ചേ അവളെപ്പോലെ എത്രയോ പെണ്ണുങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ജീവിതകാലം മൊത്തം നമുക്ക് ഇച്ചിലും ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുമോ? എന്നേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ആ സാധനം. രചന ഇതൊക്കെ കേട്ടുകൊണ്ടിങ്ങനെ നിൽക്കാം. ശരി. നമ്മുടെ അച്ചായൻ്റെ ഷെൽട്ടറിൽ ഞാനൊന്ന് മാറി നിൽക്കുക. ചിലപ്പോൾ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. നീ എന്നെ വിളിക്കരുത്. ഇനി അച്ചായൻ്റെ ഫോണിലോട്ട് വിളിച്ചാൽ മതി. എന്നാൽ ശരി, നീ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ കോള് കട്ട് ചെയ്തു. രചന പെട്ടെന്ന് അവിടെ നിന്ന് മാറി. അങ്ങനെ പെട്ടിയൊക്കെ എടുത്ത് ആകാശ് ഇറങ്ങുവാണ്. ഈ രചനയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ. ആകാശ് എങ്ങോട്ടാ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ബാംഗ്ലൂരിൽ. പിടി വീഴുന്ന ഉറപ്പായപ്പോൾ രക്ഷപ്പെടാനുള്ള തിടുക്കം അല്ലേ? പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ആരെ പേടിക്കണം? പിന്നെ ആകാശ് പേടിപ്പിക്കാൻ ആരുമില്ല. അതെ, ഒരു കൊലപാതകവും ഒരു പിഞ്ചു കുഞ്ഞിന് നേരെയുള്ള വധശ്രമവും. പിന്നെ എന്താടി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വരാത്തത്? ഒരിക്കൽ മഹേഷിൻ്റെ വാക്കിൻ്റെ പേരിൽ എന്നെ കൊണ്ടുപോയിട്ട് കള്ളി പൊളിയുന്നായപ്പോൾ വിട്ടയച്ചില്ലേ? ഇതേ ജനസ് വേറെയാ. ആകാശ് ജയിലിലടയ്ക്കാനൊന്നും ഇവിടുത്തെ നിയമങ്ങൾക്കൊന്നും കഴിയത്തില്ല. രാവണനാ, 10 തലയുള്ള രാവണൻ. നന്ദി കെട്ടവളാടി നീ, നന്ദി കെട്ടവൾ. എൻ്റെ കൂടെ ജീവിച്ച് മഹേഷിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവൾ. ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് എൻ്റെ വീടൊഴിഞ്ഞ് പൊക്കണം. ഇനി നിന്നെ ചമയ്ക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെ ഇവിടെ കണ്ട ഒരു ശവം കൂടി പാറക്കുറയെ താഴും, മനസ്സിലായല്ലോ? പൊക്കോണം. നീ പിന്നെ ആരെയില്ലാത്തവളാന്ന് കരുതണ്ടടി. മുംബൈയിൽ വെച്ച് നിന്നെ കണ്ട് മോഹിച്ചൊരു കിഴവൻ സേട്ടും ഉണ്ടല്ലോ, നീ അയാളെ ഒന്ന് വിളിക്കുക. എടാന്നും പറഞ്ഞ് തല്ലാനായിട്ട് കൈ ഉയർത്തുകയാണ് രചന. കയ്യിലേക്ക് കയറി പിടിച്ചു. എടി, നീ എൻ്റെ സെറ്റപ്പാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ എന്നെ സമീപിച്ച് ഒരു രാത്രി നിന്നെ തലോടി കഴിയാൻ മാത്രം എനിക്ക് ഓഫർ ചെയ്ത തുക എത്രയാണെന്നറിയാവോ? കേട്ടാ നീ ഞെട്ടും. അപ്പോഴേക്കും ഈ ആകാശിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ടു അവൾ. ആകാശ് അത് തുടച്ചു. പിമ്പിൻ്റെ പണിയെടുക്കുന്നവന് പോലും ഉണ്ടടാ അഭിമാനം. നീ അതിലും താഴെയാടാ. അറിയാം, നീ അവിടെ തന്നെ ചെന്നെത്തൂടി, അല്ലാതെ നീ എവിടെ പോകാനാടി? ഒരു ദിവസം നിന്നെ കാണാൻ ആകാശ് മേനോൻ അവിടെ വരും, ഒരു രാത്രിക്ക് വേണ്ടി. അന്ന് നീ കാണിച്ചതിനുള്ള മറുപടി അന്ന് ഞാൻ തരാം. അതുവരെ നീ കാത്തിരിക്കേണ്ടി വരില്ലടാ. അതിനു മുമ്പ് നിന്നെ ഞാൻ കാണാൻ വരും, നോക്കിക്കോ എന്ന് പറഞ്ഞു ആകാശ് അവിടെ നിന്ന് പോവാണ്. എന്തായാലും രചന മഹേഷിനെ വിളിച്ചിട്ട് ആകാശ് ഇവിടെ നിന്ന് പോയ കാര്യം പറയാം. അയാൾ രക്ഷപ്പെട്ട് ഗൾഫിലേക്ക് കടക്കാനാണ് പോകുന്നത്.
ആകാശിനെ എങ്ങനെയെങ്കിലും തടയണം. ആകാശ് സുമിതയെ കൊന്നതിന് ദൃക്സാക്ഷിയില്ലെങ്കിൽ ഉണ്ട് എന്ന് ഞാൻ വന്ന് മൊഴി തരാം. ആകാശ് സുമിതയെ കൊലപ്പെടുത്തിയത് ഞാൻ ഒളിഞ്ഞൊന്ന് കണ്ടു എന്ന് പറയാം. ആകാശ് സുമിതയുടെ ബോഡി ഞാൻ കണ്ടു എന്ന് പറയാം. എല്ലാം ഞാൻ പറഞ്ഞോളാം. പാറക്കുറിയിൽ ആകാശ് വലിച്ചെറിയുന്നത് ഞാൻ ദൃക്സാക്ഷിയാണെന്ന് ഞാൻ പറഞ്ഞോളാം. എങ്ങനെയെങ്കിലും ആകാശിനെ കണ്ടെത്ത്, പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുക എന്നൊക്കെ രചന പറയാണ്. എന്തായാലും മഹേഷ് ആകാശിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ വഴിയിൽ വെച്ച് നമ്മുടെ ആകാശിൻ്റെ കാറ് മഹേഷ് തടഞ്ഞു. അങ്ങനെ ആകാശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കി. എവിടെ? മഹേഷ് അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കി. CI സാന്ദ്രയ്ക്ക് മുമ്പിലേക്ക് ആകാശിനെ കയ്യിൽ കെട്ടിയ കൈയൊക്കെ പുറകിൽ കൂട്ടിക്കെട്ടിയ നിലയിലേക്ക് മുന്നിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാണ്. സാന്ദ്ര ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് മഹേഷ് കാണിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടത് തെളിവല്ലേ? ഞാൻ തെളിവ് തരാം. എന്തേ തെളിവ് തരട്ടെ? ഇയാൾ അഴിച്ചുവിട്. അങ്ങനെ പോലീസുകാർ ആകാശിനെ അഴിച്ചുവിടുകയാണ് കേട്ടോ. കൈ അഴിക്കുക. ഞാനൊരു ബിസിനസ് മീറ്റിന് ദുബായിൽ പോകാൻ ഇറങ്ങിയതാ. 1 2 അല്ല, 3 വർഷം കൊണ്ട് 6 കോടിയുടെ ബിസിനസ് നടക്കാൻ പോകുന്നത്. ഇവന് പ്രാന്ത. നിങ്ങളും പെട്ടുപോയോ എന്നൊക്കെ ആകാശ് സാന്ദ്രയോട് ചോദിക്കുക. ആകാശ് മേനോൻ, നിങ്ങൾ പോകാൻ നോക്ക്. നിങ്ങളുടെ യാത്ര തടഞ്ഞതിന് പരാതി ഉണ്ടെങ്കിൽ തന്നേരെ. മഹേഷ് ഞെട്ടിപ്പോട്ടോ ഇതൊക്കെ കേട്ട. അതൊക്കെ ഞാൻ വന്നിട്ട് തരാം. എനിക്ക് എത്രയും വേഗം എയർപോർട്ടിലെത്തണം. എടാ ഞാൻ തിരിച്ച് വരട്ടടാ. ഒരാഴ്ച നീ ഒന്ന് കാത്തിരിക്കുക. നമ്മൾ തമ്മിലുള്ള കണക്ക് നമുക്ക് അപ്പം തീർക്കാം. പോട്ടെടാ മഹേഷ് ചന്ദ്ര എന്നൊക്കെ ചോദിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ മഹേഷ് വിട്ടില്ല. മഹേഷ്, നിങ്ങൾ അയാളെ വിട്. നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കും. പിന്നെ എന്ത് നടപടി നിങ്ങളെടുക്കും? ഒരു കൊലക്കേസ് പ്രതി കൺമുന്നിലൂടെ വിദേശത്തേക്ക് കടക്കുമ്പോൾ നിങ്ങൾ കൂട്ടു നിൽക്കുകയല്ലേ സാന്ദ്ര? ആ കൊലക്കേസ് ഞാൻ വിട്ടു. ഇതേ എൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസാണ്. അതിന് ഞാനിവനെ വെറുതെ വിടില്ല. മഹേഷ് അയാളെ വിടാനാ പറഞ്ഞത്. എടോ അയാളെ പിടിച്ച് മാറ്റടോ എന്നൊക്കെ പറയാണ് മഹേഷ് ആകാശിനെ പിടിച്ചു വെച്ചപ്പോൾ. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. എനിക്ക് വേണമെങ്കിൽ ഇവനെ പുറത്ത് വെച്ച് തീർക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഇവനെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ കാരണമുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് തെളിവല്ലേ? തെളിവ് ഞാൻ കൊണ്ട് തരാം. ആ സമയം നമ്മുടെ ഇഷിത മഞ്ജിമയും കൊണ്ടുവന്നു. പോലീസിന് വേണ്ടത് സാക്ഷിയല്ലേ? മഞ്ജിമയാണ് സാക്ഷി. മഞ്ജിമ. അപ്പോൾ ആകാശ് പറഞ്ഞു, ഇത് ഇവൻ്റെ പെങ്ങളാ. വെറുതെ ഇവരൊക്കെ കൂടി ചേർന്ന് കള്ളത്തരം പറയുന്നതാണ്. ഇഷിത മഞ്ജിമയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ തുറന്നു പറ. അങ്ങനെ കഥകൾ മുഴുവൻ തുറന്ന് പറയുകയാണ് നമ്മുടെ മഞ്ജിമ. ബാങ്കിൽ നിന്ന് മാനേജറുടെ കോള് വന്നതും, പക്ഷേ അത് ബാങ്കിൽ നിന്നല്ല വിളിച്ചത്, അത് ഇവൻ തന്നെയാണ് വിളിച്ചത്. ഒരു ഷോപ്പിലെ കടക്കാരൻ്റെ ഒരു ഷോപ്പിലെ ആളുടെ കയ്യിൽ നിന്ന് മേടിച്ച് വിളിച്ചതാണ്. അയാളെയും മഹേഷ് കണ്ടെത്തിയിട്ടുണ്ട്. സാക്ഷി പറയാൻ അയാൾ വരുമെന്നും മഹേഷ് വെളിപ്പെടുത്തുന്നുണ്ട്. മഞ്ജിമേ, ബാക്കി കഥ പറ, എല്ലാവരും കേൾക്കട്ടെ. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറഞ്ഞ ദോഷം നിനക്കാ മഞ്ജിമേ, നീ ഓർത്തോ എന്നും പറഞ്ഞ് ആകാശ് ഭീഷണിപ്പെടുത്തോ. മഹേഷ് ഒറ്റയടിയായിരുന്നു ആകാശിൻ്റെ കവളത്ത്. സാന്ദ്രയാണെങ്കിൽ മഹേഷ് എന്തെ കാണിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ വെച്ച്. അപ്പോഴേക്ക് ഇഷിത പറഞ്ഞു, മഞ്ജിമയോടുള്ള നിൻ്റെ ഭീഷണി എന്താണെന്നൊക്കെ എനിക്കറിയാം. ഇനി അത് വിളപ്പോവില്ല. ഇവൾക്ക് പറയാനുള്ളത് ഇവൾ പറയുക തന്നെ ചെയ്യും. ആകാശ് കുഞ്ഞിനെ അപകടപ്പെടുത്തുന്നത് നീ കണ്ടോ? ഞാൻ കണ്ടു. പിന്നെ എന്താടി നീ ഇതുവരെ അത് പുറത്ത് പറയാതിരുന്നത്? അങ്ങനെ ചോദിക്കും മേഡം. അവൾ വിയർക്കുന്ന കണ്ടില്ലേ? ഇവളെയാണ് കള്ളസാക്ഷി പറയാൻ കോടതി കൊണ്ടുവന്നത്. മേഡം പ്ലീസ് മേഡം, എന്നെ മേഡം തടഞ്ഞു നിർത്തരുത്. എനിക്ക് പോകണം. ഞാനൊന്ന് പോട്ടെ. നിനക്ക് പോകാം, അവൻ കൂടി ഒന്ന് വരട്ടെ. അങ്ങനെ നമ്മുടെ അഡ്വക്കേറ്റ് സുജി അപ്പോഴേക്കും അജിത്തിനെ കൊണ്ടുവരാണ്. അജിത്തെ, നടന്ന കാര്യങ്ങളൊക്കെ പറ. അജിത്തും നടന്ന കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ അജിത്ത് പറയുന്നത് മൊത്തം മഞ്ജിമയെ കുറ്റക്കാരിയാക്കിയിട്ട് അജിത്ത് പഞ്ചപാവമാണ് എന്ന രീതിയിലാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നും, അങ്ങനെ വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് മഞ്ജിമ എന്നെ ഫ്ലാറ്റിലേക്ക് വിളിച്ചതാണ്, ഇവൾ ഇത്തരക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നും പറഞ്ഞു. ഞാൻ എന്തിനാണെന്ന് അറിയാനായിട്ട് അങ്ങോട്ട് പോയി. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന സമയത്താണ് ഇയാൾ വന്നത്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കാണണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ മാറി കട്ടിലടിയിൽ ഒളിച്ചിരുന്നതാണ്. അയാൾ പെട്ടെന്ന് പോവില്ല എന്ന് ഇവൾ പറയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എന്നോട് കട്ടിലടി കയറാനായിട്ട് പറഞ്ഞത്. ഞങ്ങൾ ഇയാൾ ഒളിച്ചിരുന്ന റൂമിലേക്ക് കടന്നു. അതിനുശേഷം അയാൾ കുഞ്ഞിൻ്റെ മുഖത്ത് കീടനാശിനി സ്പ്രേ അടിച്ചു. എന്നിട്ട് അതുമായിട്ട് അയാൾ ഓടിപ്പോവുക ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാര്യങ്ങൾ അജിത്ത് തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ പറയുമ്പോഴൊക്കെ മഞ്ജിമയെ കുറ്റക്കാരിയാക്കിയാണ് പറയുന്നത്. ഇയാൾ പോയി എന്ന് ഉറപ്പ് വരുത്തി ഞങ്ങൾ പുറത്ത് വന്നു. അപ്പോൾ അവിടെ ആകെ കീടനാശിനിയുടെ സ്മെല്ല് തന്നെയായിരുന്നു.
കുഞ്ഞിന് അനക്കമില്ലായിരുന്നു. കുഞ്ഞ് മരിച്ചെന്ന് കരുതി പേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നതും. കുഞ്ഞ് മരിച്ചു പോയെന്ന് ഞാൻ മഞ്ജിമയോട് പറയുകയും ചെയ്തിരുന്നു. സത്യമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ സാക്ഷി തന്നെയാണ്, അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് അജിത്ത് കൈയും കൊപ്പി പിടിച്ച് നിൽക്കുക. അവിടെ പോയി എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എനിക്കൊന്നും അറിയത്തില്ല. മഞ്ജിമയുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നാണ് അജിത്തിൻ്റെ നമ്പർ മഹേഷിന് കിട്ടുന്നത്. സംഭവം കഴിഞ്ഞിട്ട് മഞ്ജിമ അജിത്തിനെ വിളിച്ചിട്ടുണ്ട്. അജിത്ത് പോലീസിനെ പേടിച്ച് സ്ഥലം വിട്ട് പോവുകയും ചെയ്തിരുന്നു എന്ന് വക്കീൽ പറയാണ്. നമ്പർ ട്രേസ് ചെയ്താണ് ഞങ്ങൾ അജിത്തിനെ കണ്ടെത്തിയത്. ഇതേ സമയം നമ്മുടെ ആകാശുണ്ടല്ലോ, ആകാശ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക. ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് ഏതെങ്കിലും കാട്ടി കയറിയാലും വേണ്ടില്ല, പോലീസുകാരുടെ കയ്യിൽ പെടരുത്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അജിത്ത് പറഞ്ഞു, ഇവള് വിളിച്ചിട്ടാണ് ഞാൻ ഫ്ലാറ്റിൽ പോയത്. എനിക്ക് രോഗിയായിട്ടോ അമ്മയും സഹോദരിയൊക്കെയാണ് ഉള്ളത്. ഇവള് ഇതുപോലെ പലരെയും ഫ്ലാറ്റിൽ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ഇവൾ എന്നോട് പറഞ്ഞു. എടാന്നും പറഞ്ഞു മഞ്ജിമ ഒറ്റ അടിയായിരുന്നു അജിത്തിൻ്റെ മുഖത്ത്. അവർ തമ്മിൽ തർക്കമായി. പിന്നെ എടാ വഞ്ചക, നല്ലവൻ ചമയുന്നോടാ നീ, മേഡം വിടാൻ പറ മേഡം എന്നൊക്കെ പറഞ്ഞ അജിത്ത്. മേഡം പ്ലീസ് വിടാൻ പറ മേഡം. ഇതേ സമയം ഇവർ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആകാശ് ഇറങ്ങി ഓടുകയാണ് രക്ഷപ്പെടാനായിട്ട്. ആകാശ് ഇറങ്ങി ഓടി മുറ്റത്തേക്ക് ഇറങ്ങിയതും ഒരു കാറങ്ങ് വന്ന് നിന്നു. കാറിൽ നിന്നിറങ്ങിയതും മറ്റാരുമല്ല, നമ്മുടെ രചനയാണ്. രചനയെ കണ്ടതും ആകാശിനൊരു സമാധാനമായി. വാ നമുക്ക് രക്ഷപ്പെടാം, പെട്ടെന്ന് വണ്ടി എടുക്ക്, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് പോകാം, നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല, നിന്നെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ ആകാശ് രചനയുടെ കാല് പിടിക്കുന്ന പോലെ സംസാരിക്കുക. അപ്പോഴേക്കും അകത്തുള്ളവരൊക്കെ ഓടി പുറത്തേക്ക് വന്നു. രചന, എൻ്റെ പേര് കേസിലെ രചന, നമുക്ക് ഒന്നിച്ച് ഇവിടുന്ന് പോകാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ നിൻ്റെ ആഗ്രഹം എങ്ങനെ നടക്കും? മുംബൈയിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടണ്ടേ? വേണ്ടേ? അതിനു മുമ്പ് നിന്നെ കാണാൻ വരുന്ന ഞാൻ പറഞ്ഞില്ലേ. മഹേഷ് ഇതേ സമയം ആകാശിനെ പിടിക്കാനായിട്ട് വരികയാണ്. മഹേഷ്, ഇവനെ തൊട്ടു പോകരുത്, ഇവനെ എനിക്കുള്ളത്, മനസ്സിലായോ? നീ എന്നോട് പറഞ്ഞിട്ട് പോയതെന്താ? എൻ്റെ ജീവിതം കാണാൻ നീ ഒരിക്കൽ വരും എന്നല്ലേ? അതിനു മുമ്പേ നിന്നെ കാണാനായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ? നീ രാജ്യം വിട്ട് പോകുന്ന കാര്യം മഹേഷിനെ വിളിച്ചറിയിച്ചതേ ഞാൻ തന്നെ. ജീവൻ കൊടുത്തു മഹേഷ് നിന്നെ ഇവിടെ എത്തിക്കുന്ന എനിക്കറിയായിരുന്നു. ഞാൻ മഹേഷിന് വാക്ക് കൊടുത്തതാണ് സാക്ഷി പറയുമെന്ന്. ഞാൻ കണ്ടതാ നീ സുമിതയെ കൊന്നത്. ഞാനേ ജീവിതത്തിലൊരു തെറ്റ് ചെയ്തു, നിൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു എന്നൊരു തെറ്റ്. ആ തെറ്റ് ഞാനിവിടെ തിരുത്താനായിട്ട് കഴിയില്ല, പക്ഷേ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാം. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, മക്കളുടെ അച്ഛന് വേണ്ടിയിട്ട് എനിക്കിതൊക്കെ ചെയ്തേ പറ്റുള്ളടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചന ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ഒരു തോക്കെടുത്ത് തോക്ക് നീട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാട്ടോ. എല്ലാവരും പേടിച്ചു പോയി. വേണ്ട എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ രചന അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. മഹേഷിനോട് ആകാശ് കേഴുകയാണ് രചന. മഹേഷെ നീ ഒന്ന് പറ, നീ പറഞ്ഞ രചന കേൾക്കുന്നു. നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്. എൻ്റെ മക്കൾക്ക് ജീവിക്കണം, എൻ്റെ മക്കളുടെ അച്ഛനും കുടുംബത്തിനും ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കണം, എനിക്കും ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തോക്കെടുത്ത് വെടിവെച്ചു കേട്ടോ. അങ്ങനെ ആകാശിൻ്റെ നെഞ്ചിൽ 2 ഉണ്ട. അങ്ങനെ നമ്മുടെ ആകാശ് അവിടെ വീണു. ആകാശിനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു പോലീസുകാർ ചേർന്നിട്ട്. അങ്ങനെ ഇവളുടെ കൈകളിൽ വിലങ്ങണിയിച്ചു. രചനയുടെ കൈകളിൽ രചന കീഴടങ്ങി തോക്കൊക്കെ കൊടുത്തു വിട്ട വിലങ്ങണിയിച്ചു. എനിക്ക് ഇഷിതയോടും മഹേഷിനോട് 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇഷിത ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ചെയ്തത്? അയാളെ ജയിലിൽ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ? ഇല്ല, അയാളുടെ ഏറ്റവും വലിയ ശിക്ഷ മരണം തന്നെയാണ്. എനിക്ക് കിട്ടേണ്ട ശിക്ഷ ജയിൽവാസവും. ഇത് ഞാൻ ഏറ്റെടുത്ത ശിക്ഷയാണ്. എനിക്കൊട്ടും കുറ്റബോധമില്ല. എൻ്റെ മക്കളെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നത്. നീ എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്നറിയാം, എന്നേക്കാൾ നന്നായിട്ട് നോക്കുന്നറിയാം. ഒരിക്കലും മഹേഷ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് വരരുത്. എൻ്റെ മകനെ എനിക്കറിയാം, എൻ്റെ മകൻ എന്നെ കാത്തോളും. മകനെ എന്തിനാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്, നിങ്ങളുടെ അരികിലേക്ക് വന്നത് എന്ന് ഞാൻ അറിയാൻ വൈകിപ്പോയി. എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവനൊരു ജോലി നേടാൻ വേണ്ടിയിട്ട്, അതും എന്നെ അതുപോലൊരു മകനെ കിട്ടി ഞാൻ ഭാഗ്യവതി തന്നെയാണ്. എന്തായാലും എൻ്റെ മക്കളെ നോക്കുന്ന എനിക്കറിയാം. ഒരിക്കലും ഒരു അവകാശമായിട്ട് ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷിത മഹേഷിൻ്റെ മുമ്പിലും അതുപോലെ രചന മഹേഷിൻ്റെ മുമ്പിലും ഇഷിതയുടെ മുമ്പിലൊക്കെ കൈകളൊക്കെ കൂപ്പാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ രചനയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. മഹേഷും ഇഷിതയും വീട്ടിൽ വന്നപ്പം 2 കുഞ്ഞുങ്ങളും കുഞ്ഞാവയ്ക്ക് അപ്പുറം ഇപ്പുറയായിട്ട് ഇങ്ങനെ കുഞ്ഞാവിനെ നടുക്ക് കിടത്തിയിട്ട് കിടന്നുറങ്ങാണ്. മക്കൾ ആരും അറിഞ്ഞിട്ടില്ല നടന്ന കാര്യങ്ങളൊന്നും. എന്തായാലും ഇഷിതയും മഹേഷിയുടെ ബാൽക്കണിയിൽ ഇങ്ങനെ പോയി നിൽക്കുക.
എൻ്റെ മകൻ അവൻ്റെ അമ്മയെ സംരക്ഷിക്കാനാണ് നോക്കിയത്. അവൻ എന്നോട് പറയാൻ ആഗ്രഹിച്ചത് അവളെ ഏതെങ്കിലും ഓർഫനേജിൽ പോയി നിൽക്കട്ടെ, എന്നിട്ട് അവൻ വലുതായി ജോലി മേടിച്ച് കഴിയുമ്പോൾ അവളെ സംരക്ഷിച്ചോളുന്ന. എത്ര നന്മയുണ്ടല്ലേ അവന്. അപ്പോൾ അത് രചനയുടെ ഗുണമല്ല മഹേഷിൻ്റെ ഗുണമാണ്. മഹേഷിൻ്റെ കുഞ്ഞായതുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ ഇഷിത പറയുകയാണ്. എന്തായാലും രചനയ്ക്ക് ജീവപര്യന്തം ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഏറിയാൽ 8-9 വർഷം. അത് കഴിയുമ്പോഴേക്കും അവൾ ജയിൽ മോചിതയാവും. ആ സമയത്ത് അവളുടെ മകൻ ആഗ്രഹിച്ചതുപോലെ തന്നെ, ആദ്യം ആഗ്രഹിച്ചതുപോലെ അവനൊരു ജോലി ഉണ്ടാകും. അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളെ കാത്ത് അവനുണ്ടാകും. അവൻ ഒരു അവൾക്കും അവനും താമസിക്കാൻ അവനൊരു ഷെൽട്ടർ കണ്ടെത്തിയിട്ടുണ്ടാകും. അങ്ങനെ എൻ്റെ മകൻ അവളെ സംരക്ഷിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മഹേഷ്, എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. നമുക്ക് ഈ ഫ്ലാറ്റിൽ നിന്ന് താമസം മാറാം. മഞ്ജുമേച്ചിക്കൊപ്പം എനിക്കിവിടെ താമസിക്കാനായിട്ട് പറ്റില്ല മഹേഷ്. അച്ഛനും അമ്മയും മഞ്ജുമേച്ചിയും ഇവിടെ തന്നെ താമസിക്കട്ടെ. അടുത്ത് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ. പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ നമ്മളെയും നമ്മുടെ മക്കളെയും വേട്ടയാടാതെ നമുക്ക് എവിടെയും പോയി ജീവിക്കാം ദൂരെ. അവിടെ എല്ലാവരും ആദ്യം ചിപ്പിയും ഞാൻ പ്രസവിച്ച എൻ്റെ മക്കളാണെന്ന് വിശ്വസിക്കാവുള്ളൂ. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ഏറ്റവും നല്ല കാര്യമാണ് താൻ പറഞ്ഞത്. നമുക്ക് പോകാം ഒരുപാട് ദൂരേക്ക്. ചിപ്പിയോടും ആദിയോടും അവരുടെ മമ്മി ജയിലിലല്ലേ എന്നാരും ചോദിക്കാൻ പാടില്ല. നമുക്ക് പോകാം ഒരുപാട് ദൂരെ. നമ്മുടെ മക്കൾ സ്നേഹിച്ച് ജീവിക്കാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും തേടി നമുക്കവിടെ ഒരു സ്വർഗം നിർമ്മിക്കാം എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയാണ്. എന്തായാലും ഇഷിതയെ ചേർത്ത് പിടിച്ച മഹേഷ് ഇന്നത്തെ എപ്പിസോഡും നമ്മുടെ ഇഷ്ടം മാത്രം എന്ന കഥയും ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടേരെ, കണ്ടവരെല്ലാവരും. സി ഓക്കെ, താങ്ക് യു.